ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ പക്കോറ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ്റെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോൺലെസ് പീസല്ല, എല്ലാ പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കടലപ്പൊടി 1.5 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും പിന്നെ 3-3.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലോർ പൊടി നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മാത്രം അരിപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോകാണ്ട് നോക്കുക. ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഹാർഡായിരിക്കും. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാലും കഴിക്കുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. അതുകൊണ്ട് അരിപ്പൊടി അധികം ചേർക്കാണ്ട് നോക്കുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 2.5 ടീസ്പൂണോളം വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് വേണ്ട, എന്നാലും അത്യാവശ്യം ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 4-5 പച്ചമുളക് നടുവേ കീറിയതാണ്. അപ്പോൾ അതും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില മുറിക്കാതെ തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കനിലോട്ടുള്ള മസാലയൊക്കെ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിലാണോ എടുക്കുന്നത് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ലോണം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായി തിളച്ച എണ്ണ ആയിരിക്കണം. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം തീന്ന് നന്നായിട്ട് കുറച്ച് വെക്കാം. കുറച്ച് വെച്ച് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറമേ നല്ല ക്രിസ്പി ആയി കിട്ടും, പക്ഷേ ഉള്ളിൽ ചിക്കനൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തീ നന്നായി കുറച്ച് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ തിരിച്ചു മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഈ ചിക്കന് പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും.
ഈ ചിക്കന് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ ഈ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. കുറച്ച് ആറിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ മുഴുവനായി കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ചിക്കനും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ബാക്കി കൂടി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ തീയിലാക്കി തിരിച്ചു മറിച്ചിട്ട് കൊടുത്തൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ പക്കോറ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.